ആശാ വർക്കർമാർ അവർ സത്യത്തിൽ ഇന്ന് ആരോഗ്യരംഗത്ത് ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു ഉപജീവനക്കാരനാണ് ഈ ആശാ വർക്കർമാർ. അവരിന്ന് സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെ വ്യാപകമായിട്ട് അവർ നിരവധി ആരോഗ്യരംഗത്ത് അവർ ചെയ്യുന്ന സേവനങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അവർക്ക് വളരെയധികം വേതനങ്ങളില്ലായിരുന്നു. ഏതാണ്ട് 4000 5000 ഇപ്പോൾ എന്താ 7000 രൂപ ഒരു അടിസ്ഥാന ശമ്പളം അവർക്കൊരു 15000 രൂപയെങ്കിലും ആക്കണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അത്രയ്ക്ക് പണിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ആവശ്യമില്ലാത്ത അവരെ എന്തിനാണെന്ന് അറിയത്തില്ല, അവർക്ക് ആവശ്യമില്ലാത്ത ജോലി ഭാരവും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഉണ്ട്. നിപ്പ വന്നപ്പോഴും അതുപോലെ തന്നെ പ്ലേഗ് വന്നപ്പോഴും കൊറോണ വന്നപ്പോഴും വളരെയധികം ജനങ്ങളുമായിട്ട് ജീവൻ വെച്ചുകൊണ്ട് ഈ ആൾക്കാരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഈ 24 മണിക്കൂറും ഈ എല്ലാ മേഖലയിലും ഉണ്ടായിരുന്ന അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സർക്കാർ അവരെ രക്ഷകരായി ഉണ്ടാവണം എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ അതിൽ ആശാ വർക്കർമാർ നടത്തുന്ന സമരത്തിൽ മുൻനിര നിൽക്കുന്ന ആശാ വർക്കറിൻ്റെ വാക്ക് നമുക്ക് കേൾക്കാം. ഞാനൊരു ആശാപ്രവർത്തകയാണ്. എൻ്റെ പേര് ശാലിനി എന്നാണ്. ഞാൻ വട്ടിയൂർക്കാവ് UPHSലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഏരിയ എന്ന് പറയുന്നത് PTP നഗറാണ്. 2000 സംതിങ് പോപ്പുലേഷനുള്ള ഒരു ഏരിയയാണ് എനിക്കുള്ളത്. ഞങ്ങളുടെ വാർഡിൽ തന്നെ 5 ആശാമാരുണ്ട്. അപ്പോൾ അത്രമാത്രം പോപ്പുലേഷനുണ്ട്. സർക്കാരിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ തന്നെ 1000 പേർക്ക് ഒരാശ എന്നാണ്. പക്ഷേ ഞങ്ങൾ അതിലേറെ ജോലി ഉണ്ട്. ഇപ്പോൾ 2 പേരുടെ ഡ്യൂട്ടിയാണ് ഒരാശ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് 7000 രൂപ ഓണറേറിയവും ബാക്കി ഒരു 3000 സംതിങ് ഇൻസെൻറ്റീവായിട്ടാണ് വരുന്നത്. നവംബർ വരെ 2000 രൂപയായിരുന്നു ഒരു ഫിക്സഡ് ഇൻസെൻറ്റീവ്. അതിപ്പോൾ വേറൊരു പ്രോഗ്രാം കൊണ്ടുവന്ന് അത് ചെയ്താൽ ഒരു 1000 രൂപയുണ്ട്. അതും കൂടെ കൂട്ടി 3000, അങ്ങനെ 10,000 രൂപ ഒരാശയ്ക്ക് വരുന്നുണ്ട്. പക്ഷേ കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്. ആ ക്രൈറ്റീരിയ എല്ലാം നമ്മൾ ചെയ്താൽ മാത്രമേ ഈ ഞങ്ങൾക്ക് ഇത്രയും പൈസ കിട്ടുള്ളൂ. അതിൽ തന്നെ ഈ 10000 എന്നുള്ളൊരു പൈസ ഉണ്ടെങ്കിലും 7000 സംസ്ഥാന ഗവൺമെൻറ് വിഹിതമായിട്ടും ബാക്കി ഇൻസെൻറ്റീവ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിഹിതമായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് ഈ ഫണ്ട് അവർ കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് കൊടുത്തു എന്ന് പറയുന്നു. ഇവർ പറയുന്നു തന്നിട്ടില്ല. നിയമസഭയിൽ ആരോഗ്യമന്ത്രി പറഞ്ഞത് ഇനി 80,000 കോടി കിട്ടാനുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ കേന്ദ്ര ബജറ്റിലൊക്കെ അവതരിപ്പിച്ചപ്പോൾ ശ്രീമതി നിർമ്മല സീതാരാമൻ മിനിസ്റ്റർ പറഞ്ഞത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും അവരുടേതായ ബജറ്റ് വിഹിതങ്ങൾ കൊടുത്തു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. നമ്മുടെ സർക്കാർ പറയുന്നത് കിട്ടിയിട്ടില്ലെന്ന്. കിട്ടിയോ കിട്ടിയില്ലേ എന്നുള്ളത് നമ്മുടെ ഒരു വിഷയമല്ല. എല്ലാ ജോലിക്കാർക്കും, സർക്കാരിൻ്റെ എല്ലാ അടിസ്ഥാന ജോലിക്കാർക്കും എല്ലാ മാസവും കൃത്യമായി ശമ്പളം കൊടുക്കാനുള്ള ഫണ്ട് മാറ്റി വെച്ചിട്ടാണ് അവർ തുക വകയിരുത്തുന്നത്. പക്ഷെ ആശയ്ക്ക് മാത്രം തരാൻ അവർ കയ്യിൽ ഒരിക്കലും ഫണ്ടില്ല എന്ന് പറയും. എപ്പോൾ ചോദിച്ചാലും ഫണ്ടില്ല എന്നാണ് അവർ പറയുന്നത്. എന്തുകൊണ്ട് എല്ലാ ജോലിക്കാർക്കും ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് മാത്രം കിട്ടുന്നില്ല. ഞങ്ങളാണ് ഈ ആരോഗ്യ കേരളത്തിൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത് ആശാപ്രവർത്തകർ. ഞങ്ങൾ കോവിഡ് കാലത്താണ് ഏറ്റവും കൂടുതൽ പണിയെടുത്തിട്ടുള്ളവർ. ഞങ്ങൾ WHO വരെ അംഗീകരിച്ചവരാണ്. തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ മാനദണ്ഡം, ട്രേഡ് യൂണിയനുകളുടെ മാനദണ്ഡം അനുസരിച്ച് തന്നെ ഒരു തൊഴിലാളിക്ക് മിനിമം കൂലി നൽകണമെന്നാണ്. ആ ഒരു മിനിമം കൂലി ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഞങ്ങൾക്ക് മാസത്തിൽ 30 ദിവസം ഉണ്ടെങ്കിലും ഞങ്ങൾ വീട്ടിൽ പോകണമെന്നാണ്. ഏത് പാതിരാത്രി വിളിച്ച് ചോദിച്ചാലും ഏത് റിപ്പോർട്ടും കൊടുക്കണമെന്നാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കും, പഞ്ചായത്തിൽ നിന്ന് വിളിക്കും, വില്ലേജിൽ നിന്ന് വിളിക്കും, മറ്റ് പ്രസ്ഥാനങ്ങളിലുള്ളവർ വിളിക്കും. ആര് വിളിച്ചാലും ഞങ്ങൾ ഡേറ്റ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. അവർ കാണുന്നത് ഈ ഔട്ട്പുട്ട് കൊടുക്കുന്ന ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം മാത്രം വേണം. അങ്ങനെയല്ല, ഞങ്ങൾക്ക് വിശ്രമം വേണം. ഈ 4 ദിവസം കൊണ്ട് ഞങ്ങളിവിടെ രാപ്പകലിൽ പട്ടിണി സമരം പോലെ കിടക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഒരു സ്വസ്ഥതയുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഞങ്ങൾ ആരും വിളിച്ചിട്ട് ഇപ്പോൾ ഒന്നും ചോദിക്കുന്നില്ല. അവർക്ക് ചോദിക്കണ്ട, 4 ദിവസം കൊണ്ടൊന്നും ചോദിക്കേണ്ട, ഞങ്ങൾ ജീവിക്കുന്നുണ്ടോ ചത്തു കിടക്കുന്നു ഒന്നും അവർക്ക് അറിയണ്ട. പക്ഷേ നാട്ടുകാർ ഞങ്ങളെ വിളിക്കുന്നുണ്ട്. അവരുടെ ആരോഗ്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയാനും ഞങ്ങളുടെ ക്ഷേമം അന്വേഷിച്ചും ജനങ്ങൾ ഞങ്ങളെ വിളിക്കുന്നുണ്ട്. എന്തായും ചോദിക്കുന്നുണ്ട്. സർക്കാർ ഇന്നേ വരെ തിരിഞ്ഞു നോക്കില്ല. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജിന് ഞങ്ങൾ പലവട്ടം നിവേദനം കൊടുത്തു. എന്നിട്ട് എന്ത് മറുപടിയാണ് തന്നത്? ആശമാരി നടത്തുന്ന സമരം അനാവശ്യ സമരമാണെന്നാണ് അവർ പറഞ്ഞത്. ഇങ്ങനെയാണ് ഒരു ആരോഗ്യമന്ത്രി പറയേണ്ടത്? അവരൊരു മുമ്പ് ഇപ്പോഴല്ലേ അവർ
ജനങ്ങളുടെ വോട്ട് വാങ്ങി ആരോഗ്യമന്ത്രിയായത്. അതിനു മുമ്പ് ഒരു ന്യൂസ് റിപ്പോർട്ടർ ആയിരുന്നില്ല അവർ. ഇതുപോലുള്ള സെക്രട്ടറി നടയിൽ എന്തെങ്കിലും ഒരു കൂട്ടമുണ്ടായി മയക്കും എടുത്ത് ഓടിച്ചെല്ലുന്ന വീണ ജോർജ് അല്ലേ? അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മീഡിയയ്ക്ക് വേണ്ടി ചോദിക്കുന്നവരല്ലേ? എന്തുകൊണ്ട് ആരോഗ്യമന്ത്രി ഈ 4 ദിവസം ഞങ്ങൾ സ്ത്രീജനങ്ങൾ അത്രയും രാപ്പകൽ ഇവിടെ സമരം ഇരുന്നിട്ടും ഒന്ന് മുഖം കാണിക്കാൻ തയ്യാറായില്ല? അല്ലെങ്കിൽ നിങ്ങൾ പിരിഞ്ഞു പൊക്കോളൂ, വേണ്ട നടപടി മുഖ്യമന്ത്രിയുമായിട്ടും ഞങ്ങളുടെ മന്ത്രിസഭയായിട്ട് ആലോചിച്ച് നിങ്ങൾക്ക് വേണ്ടി തീരുമാനം എടുക്കാമെന്നൊരു വാക്ക് പറഞ്ഞില്ല. എന്തേ പറഞ്ഞില്ല? അവർ ചോദിക്കുമ്പോൾ അവരിപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? ഞങ്ങൾക്ക് LCDCയുടെ ഒരു സർവേ, അതായത് കുഷ്ഠരോഗത്തെക്കുറിച്ചൊരു സർവേ തന്ന സമയമാണ്. അതായത് ജനുവരി 31 മുതൽ ഫെബ്രുവരി 12-ാം തീയതി വരുന്ന അതിൻ്റെ കാലയളവ്. ഞങ്ങളുടെ ഈ സമരം ഇപ്പോൾ തുടർന്ന് പോകുന്നതുകൊണ്ട് ഇപ്പോൾ DOM ഇട്ടിരിക്കുന്ന ഓർഡർ എന്താണെന്ന് അറിയാമോ? 12-ാം തീയതി വരെയുള്ള പണി 22-ാം തീയതി വരെ നീട്ടി വെച്ചിട്ടുണ്ട്. അവരുടെ വിചാരം എന്താണ്? 10 ദിവസം ആശമാർ ഇവിടെ കിടന്നിട്ട് ജോലിക്ക് ചെല്ലുമെന്ന്. ഇല്ല, മരിക്കും വരെ ഇവിടെ കിടക്കാൻ തന്നെ ഞങ്ങൾ തയ്യാറായി വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് കുട്ടിയും കുടുംബമൊക്കെ ഉണ്ട്, ഞങ്ങൾക്കും കഴിയണം. 1 കിലോ തേങ്ങയുടെ വില 82 രൂപ, 85 രൂപ. 1 കിലോ വെളിച്ചെണ്ണയുടെ വില 300 രൂപ അടുപ്പിച്ചായി. 1 കിലോ അരിയുടെ വില 65 രൂപയായി. സകല സാധനങ്ങൾക്കും വില കൂടി. ഈ സർക്കാരാണ് വില കൂട്ടിയത്. ഞങ്ങൾ എങ്ങനെ ഈ 7000 രൂപ കൊണ്ട് മേടിക്കും? ഈ 7000 രൂപ ഞങ്ങൾ കൃത്യമായി തരുന്നുണ്ടോ? തരുന്നില്ല. എന്തുകൊണ്ട് തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ വലിയ സമുന്നത നേതാക്കളെന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ട് വിപ്ലവ പ്രസ്ഥാനത്തിന്റെ പാർട്ടിക്കാർ ഞങ്ങളുടെ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നത്? ഇവരെന്താ കണ്ണുപൊട്ടന്മാരാണോ? ഇവർക്ക് കേൾവിയില്ലേ? എന്തുകൊണ്ട്? എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ പോലീസിനെയോ അവരുടെ രാഷ്ട്രീയ പ്രവർത്തകരെയോ ഉപയോഗിച്ച് അടിച്ചമർത്താൻ പറ്റില്ല. ഞങ്ങളെ മരിക്കാൻ തയ്യാറായി തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളിനി 15-ാം തീയതി ഞങ്ങളുടെ കുടുംബത്തോടെ ഞങ്ങൾ ഈ സെക്രട്ടറിയിൽ നടയെ വരും. ഞങ്ങളെ ഭർത്താക്കന്മാർക്കും കുട്ടികൾക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ അറിയാം. അവർ അനുഭവത്തോടെ ഇവിടെ കിടക്കുന്നത്. ഞങ്ങൾ ചോദിക്കുന്നത് 1 ലക്ഷം രൂപയും 2 ലക്ഷം രൂപയൊന്നുമല്ല. മിനിമം 21,000 രൂപ ഞങ്ങൾ അവരോട് വേതന ആവശ്യപ്പെട്ടു. ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളെല്ലാം യഥാസമയം കൊടുത്തോളാം. ഞങ്ങളെയും ഈ വേതന ഇൻസെൻറ്റീവ് എന്നൊക്കെ പറഞ്ഞ് മാറ്റാതെ ഒരു ശമ്പളമായിട്ട് അവർ തരട്ടെ. ഇത്ര രൂപ ഒരാശയ്ക്ക് തരും, ഞങ്ങൾ ജീവിക്കണ്ടേ? അല്ലാതെ ഞങ്ങൾ ചോദിക്കുന്നില്ല. ഞങ്ങൾക്കിപ്പോൾ 1 ലക്ഷം തരണ്ട, ഞങ്ങൾക്ക് ജീവിച്ചു പോകാനുള്ള വക അവർ തന്നാൽ മതി. ഞങ്ങൾ 62 വയസ്സ് കഴിയുമ്പോൾ തനിയെ അങ്ങ് പിരിഞ്ഞു പോകാൻ പറ്റില്ല. ഞങ്ങൾക്കൊരു പെൻഷൻ നൽകണം. പിരിഞ്ഞും പോകുമ്പോൾ ഞങ്ങൾക്കൊരു ആനുകൂല്യമായി 5 ലക്ഷം രൂപയെ ചോദിക്കുന്നുള്ളൂ. 50 ലക്ഷം ഞങ്ങൾ ചോദിക്കുന്നില്ല. വേറൊന്നും അവരോട് ആവശ്യപ്പെടുന്നില്ല. ഞങ്ങൾക്കിപ്പോൾ ESI ഇല്ല, TNDA ഒന്നുമില്ല, മറ്റ് ആനുകൂല്യങ്ങളൊന്നുമില്ല. പക്ഷേ എന്തെങ്കിലും ആവശ്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അവർ പറയും നിങ്ങൾ വോളണ്ടിയേഴ്സാണ്, നിങ്ങൾ സന്നദ്ധ പ്രവർത്തകരാണ്, ജോലി എടുക്കാൻ സമയത്ത് അവരെ ഞങ്ങൾ അടിമയാക്കിക്കോളും. അപ്പോൾ ഞങ്ങൾ അവരെ സ്ഥിരം തൊഴിലാളിയാവും. ഈ ഇരട്ടത്താപ്പ് സർക്കാർ മാറ്റിയേ പറ്റുള്ളൂ. ഇങ്ങനെ ഞങ്ങളെ കണ്ണടച്ച് ഞങ്ങളെ മൂക്ക് പൊത്തിയും വാ പൊത്തിയും ഇനി ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങൾ ചെയ്യില്ല. ഞങ്ങളില്ലാതെ ഇവർ ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ. അവരല്ലെങ്കിൽ പിരിച്ചു വിടുന്നെങ്കിൽ കേരളത്തിൽ 27,000 ആശാ വർക്കർമാരെ പിരിച്ചു വിടട്ടെ. അങ്ങനെ 62 വയസ്സാകുമ്പോൾ നല്ല യൗവനവും അവരുടെ ആരോഗ്യമൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് വീട്ടിൽ ചെന്ന് അവർക്ക് കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. അവർക്കൊരു പെൻഷൻ തുക കൊടുത്തേ പറ്റുള്ളൂ. ഒരു MLA-യുടെ MD-യുടെ PA-ക്ക് വരെ അവർ പോകുമ്പോഴത്തേക്ക് അവരുടെ ജീവിതാവസാനം വരെ അവർ പെൻഷൻ നൽകുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് ആരോഗ്യ കേരളത്തിന് വേണ്ടി പണിയെടുക്കാൻ ഞങ്ങൾക്ക് തന്നുകൂടാ? ഞങ്ങൾക്കിപ്പോൾ 2 ലക്ഷം തരണ്ട, ഞങ്ങൾക്ക് കഴിഞ്ഞു പോകാനുള്ള ഒരു മിനിമം കൂലി ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു തൊഴിലാളിക്ക് അനുവദിച്ചിട്ടുള്ള ആ മിനിമം വേതനം ഞങ്ങൾക്കും കിട്ടണം. കിട്ടിയാലേ ഞങ്ങൾ പോകും. ചക്കര